പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രശ്നങ്ങളിൽ, ഒരുപാട് ദുരിതങ്ങളിൽ, ഒരുപാട് ആപത്തുകളിൽ പെട്ട് ഉഴറുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ മാറ്റിയെടുക്കാൻ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന്. ഭഗവാനെയും ഭഗവതിയൊക്കെ നമ്മൾ നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ആ സങ്കടത്തിൻ്റെ ആഴക്കടലിൽ നിന്ന് നമുക്ക് നല്ലതായിട്ടുള്ളൊരു മോചനവും കിട്ടാറുണ്ട്. എന്നാൽ എല്ലാവർക്കും ഈ പ്രാർത്ഥനയിലൂടെ പൂർണ്ണമായിട്ടുള്ള ദുഃഖമോചനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം യഥാസമയം ജപിക്കേണ്ടുന്ന മന്ത്രങ്ങൾ ഏത്, വഴിപാടുകൾ ഏത്, ഇതിനെക്കുറിച്ചൊന്നും പൂർണ്ണമായിട്ടുള്ള ഒരു ധാരണ പലർക്കും ഉണ്ടായിരിക്കില്ല. അവർ അപ്പോഴപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ചില വഴിപാടുകൾ ചെയ്യുന്നു, ചില നാമങ്ങൾ ജപിക്കുന്നു, ഇഷ്ടദേവതാ പ്രാർത്ഥനകൾ നടത്തുന്നു. ഇതൊക്കെ ഒരു തരത്തിൽ ഗുണം ചെയ്യുന്നത് തന്നെയായിരിക്കാം. പക്ഷെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മുടെ ദോഷങ്ങൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങളൊക്കെ മാറിയെടുക്കാൻ വേണ്ടിയിട്ട് ശിവനുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രമാല തന്നെയുണ്ട്. ഇതിന് ശിവ ദുരിതനാശന മന്ത്രമാല എന്നാണ് പറയുന്നത്. ഇതിൽ 9 നാമങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ 9 നാമങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഓരോ തരത്തിലുള്ള കഷ്ടപ്പാടുകളെ നീക്കാനായിട്ട് ഉപകരിക്കുന്ന ശക്തി കേന്ദ്രങ്ങളായിട്ടാണ് കുടികൊള്ളുന്നത്. ഈ മന്ത്രങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പല വിഷമതകളും ഒരു വ്യക്തിയുടെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായി വരും. മനുഷ്യ ജീവിതം അങ്ങനെ തന്നെയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞത് തന്നെയായിരിക്കും. അതിനിടയിൽ സുഖങ്ങളും നമുക്ക് ലഭിക്കും. ഈ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഇടയിൽ ആ തോണി തുഴഞ്ഞു പോകുമ്പം നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ആ കാരുണ്യവും കടാക്ഷവും ഒക്കെ നമുക്ക് വേണം. അത് നേടിയെടുക്കണമെങ്കിലോ ഇത്തരം ശക്തിയുക്തമായിട്ടുള്ള മന്ത്രങ്ങൾ ജപിക്കുകയും വേണം. അതൊരു ഭക്തന് കേട്ടറിഞ്ഞ് കിട്ടുക തന്നെ വളരെ ഗുണകരമാണ്. പലപ്പോഴും ഇത്രയും പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതിനൊരു സൊല്യൂഷൻ, ഇങ്ങനൊരു മന്ത്രം ഇതിന് വേണ്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ ജപിച്ചിട്ടുണ്ടാവില്ല. കാര്യം ഇതേക്കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ തന്നെ അയാൾക്ക് അതിനുള്ള ഈശ്വരീയമായ കടാക്ഷം ഉണ്ടാവണം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ആ ഭഗവാന്റെ കടാക്ഷം ഉണ്ടായിട്ടാണ് നിങ്ങൾ ഈ മന്ത്രത്തെ കേൾക്കാൻ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും ശിവൻ തന്നെയാണ് നിങ്ങളെ ഈ മന്ത്രം കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴികാട്ടിയാകാൻ ഇത് വളരെ ഗുണപ്രദമായിരിക്കും. ഇതിൻ്റെ ജപരീതികൾ എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ശിവ ദുരിതനാശന മന്ത്രമാല ഇപ്പോൾ നിങ്ങൾ ജപിച്ചു പോരുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ആ മന്ത്രമാല ജപിച്ചു പോരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഒരു ഓർഡറിലായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ ജപിക്കുന്നത്. എങ്കിൽ ഇത് കേട്ടിട്ട് അതിൻ്റെ ഓർഡറിൽ ജപിക്കണം. ഇത് ജപിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയമാണ്. ഇനി വൈകുന്നേര സമയത്ത് നിങ്ങൾക്ക് ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ മോർണിംഗിൽ, അതായത് ബ്രാഹ്മ മുഹൂർത്ത സമയം മുതൽ 4:30 മുതൽ നമുക്ക് ഇങ്ങോട്ട് ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. എന്നാൽ രാവിലെ 9 മണി കഴിഞ്ഞതിന് ശേഷം ഇത് ജപിക്കുന്നത് ഒരു മധ്യമമായ ഗുണമേ തരുന്നുള്ളൂ. അതുപോലെ തന്നെ രാത്രി 8 മണിക്ക് ശേഷം ജപിക്കുന്നതും മധ്യമമായ ഗുണമേ തരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒരു 6 മണിക്കും 7 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ജപിക്കുകയാണെങ്കിൽ ഏറെ പുണ്യകരം. പ്രദോഷ ദിവസങ്ങളിലും മഹാശിവരാത്രി ദിവസങ്ങളിലും ജപിക്കുന്നത് ഏറെ പുണ്യകരമായിട്ട് പറയുന്നുണ്ട്. മഹാശിവരാത്രി ദിവസം തുടർച്ചയായിട്ട് വൈകുന്നേരം മുതൽ പാതിരാത്രി വരെ ജപിച്ചിരിക്കാം, അല്ലെങ്കിൽ ഓരോ യാമത്തിലും ജപിച്ചിരിക്കാം എന്ന് പറയുന്ന ഒരു മഹാമന്ത്രങ്ങളിൽ ഒന്നാണിത്. അപ്പോൾ ഈ മന്ത്രം ഇങ്ങനെയാണ്. ഞാനതൊന്ന് പറയാം, ഒപ്പം എഴുതി കാണിക്കുകയും ചെയ്യാം കേട്ടോ. ഓം നമഃ ശിവായ ദാരിദ്ര്യ ദുഃഖ നിവാരണായ നമഃ. ഓം നമഃ ശിവായ സന്താപനാശകരായ നമഃ. ഓം നമഃ ശിവായ കന്മഷനാശകായ നമഃ. ഓം നമഃ ശിവായ ഋണമോചകായ നമഃ. ഓം നമഃ ശിവായ സന്താന ദുഃഖ നിവാരണായ നമഃ. ഓം നമഃ ശിവായ മൃത്യുദോഷ നിവാരകായ നമഃ. ഓം നമഃ ശിവായ സന്താന ദുരിത നാശകായ നമഃ. ഓം നമഃ ശിവായ കർമ്മദുഃഖ നിവാരകായ നമഃ.
ഓം നമ ശിവായ സർവദുഃഖ വിനാശായ നമഃ. ഇങ്ങനെയാണ് ഈ 9 നാമങ്ങൾ. മന്ത്രങ്ങൾ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, വ്യക്തമായിട്ട് കേട്ട് ഇത് ഒന്ന് കൂടെ ചൊല്ലി നോക്കും. എന്നിട്ട് ഇതൊരു പേപ്പറിൽ എഴുതിയെടുക്കും കേട്ടോ. മന്ത്രം ഒന്നുകൂടി ഞാൻ പറയണേ. ഓം നമ ശിവായ ദാരിദ്ര്യ ദുഃഖ നിവാരണായ നമഃ. ഓം നമ ശിവായ സന്താപനാശകരായ നമഃ. ഓം നമ ശിവായ കന്മഷനാശകായ നമഃ. ഓം നമ ശിവായ ഋണമോചകായ നമഃ. ഓം നമ ശിവായ സന്താന ദുഃഖ നിവാരണായ നമഃ. ഓം നമ ശിവായ സന്താന ദുരിത നാശകായ നമഃ. ഓം നമ ശിവായ കർമ്മദുഃഖ നിവാരകായ നമഃ. ഓം നമ ശിവായ സർവദുഃഖ വിനാശായ നമഃ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ജപിക്കേണ്ടത്. ചിലര് ഇങ്ങനെ ജപിക്കുമ്പോൾ സംശയമായിട്ട് ചോദിക്കും, നമഃ എന്ന് പറയണ്ടേ, നമായിട്ട് വിസർഗം ഉണ്ടല്ലോ എന്നുള്ളത്. ഈ നമഃ ഹ എഴുതിയിട്ട് പറയുന്ന രീതിയിൽ ഹ കാര ഉച്ചരിക്കേണ്ടതില്ല എന്നാ പറയുന്നത് കേട്ടോ ഇതില്. അതായത് നമ എന്നൊരു ഹ കാറ്റിങ്ങനെ പോകുന്ന പോലെ നമഃ ഇങ്ങനെയാണ് പറയുന്നത്. നമഃ നമഃ അല്ല നമ, ഇങ്ങനെയാണ് ആ ഉച്ചാരണം വരിക. ആ വിസർഗത്തിൻ്റെ ഒരു കാറ്റ് പോലെ നമഃ ഇങ്ങനെ ഉച്ചരിച്ച് നിർത്തുക എന്നുള്ളതിലാണ് പറയുന്നത്. അപ്പൊ ഈ മന്ത്രം തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതഗതിയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇത് 9 എണ്ണം ആകുമ്പോൾ ഒരു സെറ്റ്. ഈ 9 മന്ത്രവും ഒരു സെറ്റാണ്. ഇങ്ങനെയുള്ള 8 സെറ്റ് ഒരു ദിവസം ജപിക്കണം. അതായത് ഇതേ മന്ത്രങ്ങൾ 8 തവണ ജപിക്കണമെന്നാണ് അർത്ഥം ഒരു ദിവസം. മനസ്സിലായില്ലേ? അതായത് ഈ മന്ത്രങ്ങൾ എല്ലാം കൂടി ചേർത്ത് ജപിക്കുമ്പോൾ 9 എണ്ണം ജപിക്കുമ്പോൾ ഒന്നാവുന്നു. അത് 8 തവണ ജപിക്കണം. ശിവക്ഷേത്രത്തിൽ ചെന്ന് നിന്ന് ജപിക്കുന്നത് വളരെ പുണ്യകരമായിട്ട് പറയുന്നു. വിളക്ക് തെളിയിച്ച് എന്നും നാമം ജപിക്കുമ്പോൾ കൂട്ടത്തിൽ ഈ മന്ത്രം ഉൾപ്പെടുത്താൻ വിട്ടുപോകരുത്. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വലിയ പ്രതിസന്ധികളെ പോലും മാറ്റിയെടുക്കാൻ കെൽപ്പുള്ളതാണ് ശിവന്റെ ഈ മന്ത്രം. ഒരു ശിവലിംഗവും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന ശിവനെയുമാണ് നമ്മൾ ഇതിനൊപ്പം കാണേണ്ടത്. നമ്മുടെ ഈ ശിവലിംഗത്തെ സങ്കല്പിക്കുമ്പോൾ നമ്മൾ ഓരോ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് കൂവളത്തില ആ ശിവലിംഗത്തിലെ ശിവന്റെ മുന്നിലിരിക്കുന്ന ശിവലിംഗത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് ജപിക്കുന്ന രീതിയിൽ ജപിക്കണം. നമ്മൾ കൈകൊണ്ട് അർപ്പിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ കൈകളിൽ ഒരു കൂവളത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ ശിവനെ പൂജിക്കുന്നു, മാനസാർച്ചനം എന്ന് പറയും. ഈ രീതിയിലാണ് ഇത് ജപിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഏറെ പുണ്യാണ്, കോടി പുണ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒപ്പം തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയ്ക്കും നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ? ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ
കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദന മഠം. നമസ്തേ.